ഇന്നിപ്പോൾ നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ചെയ്യുന്നത് രസമലായി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ശരിക്കും ഇതൊരു 3 സ്റ്റെപ്സായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അല്ലേ. വീഡിയോ കണ്ടു നോക്കൂ. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് 1.25 ലിറ്റർ കുറച്ച് തിക്കായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പനീർ എപ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള പാലെടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിവിടെ തിളച്ച് വറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുറുക്കി വറ്റിക്കാൻ വെച്ച പാലും ഏകദേശം പകുതിയോളം ആയി വറ്റി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ പനീരിൽ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾക്ക്. പനീരിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവാൻ പാടില്ല തീരെ. നമുക്കിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ കയ്യിൽ തീരെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല ഇത്. അതാണ് ഇതിൻ്റെ കണക്ക്. നല്ലോണം തന്നെ ഒരു 5 മിനിറ്റോളം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട്, നല്ല സ്മൂത്താവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കില്ല കണ്ടോ. ഇനി നമുക്ക് നമ്മളെ അളവിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അതുപോലെ പരത്തിയിട്ടോ നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കി നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഫ്ലാറ്റനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ സൈഡൊക്കെ കുറച്ച് ക്രാക്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു 6 എണ്ണമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നും തിളച്ച് വന്നിരിക്കുന്ന ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പതുക്കെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ. പിന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്, കൂടിയത് ഒരു 5 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് 5 മിനിറ്റോളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. പഞ്ചസാര സിറയിൽ ഇരിക്കുമ്പോൾ കുറച്ച് നല്ലോണം അത് പഞ്ചസാര നല്ല ഷുഗർ പിടിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഷുഗർ സിറപ്പെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താലേ നമുക്കിനി തിക്കായിട്ടുള്ള പാലിലേക്ക് ഇട്ടാൽ ഇത് സോക്കായി കിട്ടുള്ളൂ.
ഇപ്പോൾ ഇവിടെ തിക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പകുതിയോളം എടുത്തൊന്ന് മാറ്റി വെക്കണം. പകുതി എടുത്ത് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കാം. നല്ല തണുത്തിരിക്കുമല്ലോ. ബാക്കിയുള്ള ഈ ഇളം ചൂടുള്ള പാലിലേക്കാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന രസമലായി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് സോക്കായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പിസ്തയും ബദാമും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം ഇത് മാറ്റി വെക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ യമ്മി ആയിട്ടുള്ള രസമലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ കൂടുതൽ ടേസ്റ്റോടെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വല്ലപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കേക്ക് റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.